നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം മുറുകുമ്പോൾ UDFന് തലവേദനയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് പാർട്ടിയിൽ പുതിയ പദവികൾ നൽകിയത് സംബന്ധിച്ചും മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. താഴെത്തട്ടിലെ പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പലയിടത്തും പ്രശ്നങ്ങൾ ദിനംപ്രതി വളരുന്നതിനാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ആശങ്കയുണ്ട്. പലപ്പോഴും കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ലീഗ് ഇടപെടാറുണ്ട്. കാരണം ലീഗിന് അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. മലപ്പുറം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് തലവേദനയായതോടെ വേഗത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ലീഗ് നേതൃത്വം KPCC നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായി ലീഗ് നേതൃത്വം ബൂത്ത് തലത്തിലുള്ള നേതാക്കളെ കണ്ട് ആശയവിനിമയം നടത്തിയപ്പോഴാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് പലയിടങ്ങളിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന കാര്യം ബോധ്യപ്പെട്ടത്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നില്ല, അവർ തന്നെ ഭിന്നിപ്പിൽ നിൽക്കുകയാണ് എന്ന്. കോൺഗ്രസിലെ മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും രൂക്ഷമായ ഗ്രൂപ്പ് പോര് തുടരുന്നതാണ് മലപ്പുറത്ത് ലീഗിന് തലവേദനയായിരിക്കുന്നത്. പ്രാദേശിക തലത്തിലെ UDF കൺവെൻഷനുകളുടെ നടത്തിപ്പിനെ പോലും ഗ്രൂപ്പ് പോര് ബാധിച്ചിട്ടുണ്ട്. ഇതോടെയാണ് പരാതി മുന്നണിയിൽ ഉന്നയിക്കാൻ ലീഗ് നേതൃത്വം നിർബന്ധിതമായത്. മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് സാരമായി ബാധിക്കുന്നുവെന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇക്കാര്യം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് പ്രശ്നം പരാതിയായി ഉന്നയിക്കുന്നതിലേക്ക് എത്തിയതെന്നും ലീഗ് നേതാക്കൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുവാദത്തോടെ പ്രശ്ന പരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC നേതൃത്വത്തെ സമീപിച്ചത്. കോൺഗ്രസിലെ തർക്കങ്ങൾക്ക് പരിഹാരം കാണാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും ഉടൻ തന്നെ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം കാണണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനോടും ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനോടും ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് നിൽക്കുന്ന കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് പലയിടത്തും തലവേദനയാകുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ട ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തന്നെ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമാണെന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബൂത്ത് തലം മുതൽ ഗ്രൂപ്പ് പോര് പ്രകടമാണ്. പ്രചരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ലീഗ് പ്രാദേശിക നേതൃത്വം ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തുമ്പോൾ എതിർ വിഭാഗം സഹകരിക്കാതെ മാറി നിൽക്കുന്നതാണ് മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥിതിയെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറവും പൊന്നാനിയുമാണ് നോട്ടം. ഒന്നാമത് പൊന്നാനിയിൽ ലീഗ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. അവിടെ ലീഗിൽ നിന്ന് പുറത്തുപോയ ഹംസയാണ് CPMൻ്റെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ സമസ്ത ലീഗിനിപ്പോൾ വലിയൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ വോട്ട് ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ട്. പച്ചക്കൊടി തന്നെ താഴാനുള്ള സാധ്യതയും കാണുമ്പോഴാണ് കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള പോരും ഉണ്ടാകുന്നത്. തമ്മിലടിയും ഗ്രൂപ്പ് പോരും അവസാനിപ്പിക്കണമെന്ന് കർശന നിർദ്ദേശം ജില്ലയിലെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ലീഗ് നേതാക്കൾക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ അതൃപ്തി ഉണ്ടെങ്കിലും അത് പരസ്യമാക്കിയാൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് ലീഗിൻ്റെ ആശ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് ലീഗ് മുതിരാതിരിക്കുന്നത്. മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പൊതുവിൽ ഉയരുന്ന വിമർശനങ്ങളെയും ആരോപണങ്ങളെയും പ്രതിരോധിക്കുന്നതിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് ലീഗിൻ്റെ വിമർശനം.